The Bible says വേദപുസ്തകം പറയുന്നു in Proverbs 12 and verse 25, സദൃശ്യവാക്യം 12:25 anxiety in a man's heart or mind brings depression. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. Worries, cares and anxieties bring depression to a human mind. വിഷമങ്ങളും ആവലാദികളും ഉത്കണ്ഠകളും മനുഷ്യ മനസ്സിനെ വിഷാദത്തിൽ ആഴ്ത്തുന്നു. What is God's promise to your mind? ഇങ്ങനെയുള്ള ഒരു മനസ്സിനെ ദൈവം നൽകുന്ന വാഗ്ദത്തം എന്താണ്? In Hebrews 13:5 he says, എബ്രായർ 13:5 പറയുന്നു, don't be covetous. നിങ്ങൾ ദ്രവ്യാഗ്രഹം ഇല്ലാതിരിപ്പിൻ. Be content with what you have. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. Because I will never leave you. കാരണം ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല. I will never forsake you. ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. I will never leave you. ഞാൻ ഒരിക്കലും നിന്നെ I കൈവിടില്ല. will never forsake you. ഒരിക്കലും That ഉപേക്ഷിക്കുകയുമില്ല. is his promise to you. അതാണ് നിങ്ങൾക്കുള്ള ദൈവവാഗ്ദത്തം. Problems come. പ്രശ്നങ്ങൾ വരുന്നു. Debts and borrowings come. കടഭാരങ്ങൾ ഉണ്ടാകുന്നു. Financial problems come. സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്നു. Unemployment comes. തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു. We are worried. നമ്മുടെ മനസ്സിടിയുന്നു. It brings depression in our heart. അത് നമ്മുടെ ഹൃദയത്തിൽ വിഷാദത്തിന് കാരണമായി തീരുന്നു. Some time ago I read this sad story in a newspaper. കുറച്ചു കാലം മുൻപാണ് ഞാൻ പത്രത്തിൽ ഈ കഥ വായിച്ചത്. There was a man who was running a jewelry mart. ഒരിടത്ത് ഒരു മനുഷ്യൻ ഒരു ജ്വല്ലറി നടത്തിയിരുന്നു. Everybody said he is a rich man. എല്ലാവരും പറഞ്ഞു അയാൾ ഒരു ധനികനാണെന്ന്. One fine morning the door of his house was ഒരു locked. ദിവസം രാവിലെ അയാളുടെ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് It കണ്ടു. was not opened at all. പിന്നെ ആ വാതിൽ തുറന്നതേയില്ല. The people next door complained to the police. അയൽവാസികൾ പോലീസിൽ പരാതിപ്പെട്ടു. The police came and opened the door. പോലീസ് വന്ന് കതക് തുറന്നു നോക്കി. They were horrified to see 13 dead bodies in that home. ആ വീടിന്റെ ഉള്ളിൽ 13 മൃതശരീരങ്ങൾ കണ്ടപ്പോൾ അവർ എല്ലാവരും ഭയങ്കരമായി ഞെട്ടിപ്പോയി. That man, his wife, his children's children all were dead. ആ മനുഷ്യനും ആ മനുഷ്യന്റെ ഭാര്യയും മക്കളും മക്കളുടെ മക്കളും മരിച്ചിരുന്നു. He left a note. അയാൾ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു. In that suicide note he has said, ആ ആത്മഹത്യാ കുറിപ്പിൽ അയാൾ ഇപ്രകാരം എഴുതിയിരുന്നു, I am killing myself. ഞാൻ എന്നെ തന്നെ കൊന്നുകളയുന്നു. I have killed all my household. ഞാൻ എന്റെ കുടുംബത്തിലെ എല്ലാവരെയും കൊന്നുകളഞ്ഞിരിക്കുന്നു. Nobody is responsible for this problem. ഈ പ്രശ്നത്തിന് ആരും ഉത്തരവാദികളല്ല. I have 5 lakhs debt in my business. എനിക്ക് ബിസിനസ്സിൽ 5 ലക്ഷം രൂപയുടെ കടമുണ്ട്. All my creditors are after me. എനിക്ക് കടം തന്നവർ എന്നെ തുരത്തിക്കൊണ്ടിരിക്കുന്നു. But what one creditor said really broke my heart. എന്നാൽ എനിക്ക് കടം നൽകിയ ഒരു വ്യക്തി പറഞ്ഞ വാക്കുകൾ എന്റെ ഹൃദയത്തെ തകർത്തു. He said, ആ വ്യക്തി പറഞ്ഞു, if you can't pay your debt, why not you go and kill yourself? നിനക്ക് കടം തീർക്കുവാൻ സാധിക്കില്ലെങ്കിൽ നിനക്ക് ആത്മഹത്യ ചെയ്തുകൂടെ? That's why I'm killing myself. അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. In that letter he has requested the police to sell his house. തന്റെ വീട് വിൽക്കുവാൻ അയാൾ ആ കത്തിലൂടെ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. He said, please sell my house. അയാൾ എഴുതിയിരുന്നു, ദയവായി എന്റെ വീട് വിൽക്കുക. With the money that you get by selling this house, ആ വീട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് pay all my creditors, sir. എനിക്ക് കടം തന്നവർക്കെല്ലാം പണം തിരികെ കൊടുക്കൂ. But don't give a penny to this man who wounded my heart. എന്നാൽ എന്റെ ഹൃദയത്തെ വേദനിപ്പിച്ച ഈ മനുഷ്യനെ നയാ പൈസ പോലും കൊടുക്കരുത്. His words broke my heart. അയാളുടെ വാക്കുകൾ എന്റെ ഹൃദയത്തെ തകർത്തു. That is why I am committing suicide. അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. Very sad story. വളരെ ദുഃഖനിർഭരമായ കഥ. Anxieties in a man's mind brings depression. അതെ, മനോവ്യസനം ഹേതുവായി ഒരു മനുഷ്യന്റെ മനസ്സിടിയുന്നു. But a good word makes it glad. എന്നാൽ നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. Probably you are in that position tonight. ഒരുപക്ഷെ നിങ്ങൾ ആ അവസ്ഥയിലായിരിക്കാം. Probably you say, I have come to the end of the road. ഒരുപക്ഷെ ഞാൻ ജീവിതത്തിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാവും. I would like to commit suicide and end this sorry mess of my life. ഞാൻ ആത്മഹത്യയിലൂടെ എന്റെ ദുരിതപൂർണമായ ജീവിതം അവസാനിപ്പിക്കട്ടെ. You may pass through the valley of tears, but he understands. എന്നാൽ ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നു. He'll surely help you. തീർച്ചയായും ദൈവം നിങ്ങളെ Be സഹായിക്കും. of good cheer. ആകയാൽ സന്തോഷിപ്പിൻ. What about the body of a man? ഇനി മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് നോക്കാം. God does care for your body. ദൈവം നിങ്ങളുടെ ശരീരത്തിനായി In കരുതുന്നു. Exodus 15 and verse 26, പുറപ്പാട് 15:26 വാക്യത്തിൽ he has given a wonderful promise to you. ദൈവം നിങ്ങൾക്ക് മനോഹരമായ ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. He says, I am the Lord who heals you. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന I യഹോവയാണ്. am the Lord who will make you all right. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന There യഹോവയാണ്. was a wonderful apostle of God by name Paul. ദൈവത്തിന്റെ ഒരു അത്ഭുതവാനായ അപ്പോസ്തലനുണ്ടായിരുന്നു പൗലോസ്. The Bible says വേദപുസ്തകം in പറയുന്നു, 2 Corinthians chapter 10 and verse 10,
2 കൊരിന്ത്യർ 10:10 Galatians chapter 4, 13 and 14. ഗലാത്യർ 4:13-14 2 Corinthians 11:30. 2 കൊരിന്ത്യർ 11:30 2 Corinthians 12:5. 2 കൊരിന്ത്യർ 12:5 That he was a weak man. പൗലോസ് ബലഹീനനായിരുന്നുവെന്ന്. Physically very weak man. ശാരീരികമായി അദ്ദേഹം One ബലഹീനനായിരുന്നു. day he got very upset. ഒരു ദിവസം അദ്ദേഹം വളരെ He കുഴപ്പത്തിലായി. cried unto God. അദ്ദേഹം ദൈവത്തോട് നിലവിളിച്ചു. 3 times he cried unto God. 3 പ്രാവശ്യം ദൈവത്തോട് നിലവിളിച്ചു. Please heal me. ദയവായി എന്നെ സൗഖ്യമാക്കണമേ. Please help me. ദയവായി എന്നെ And സഹായിക്കണമേ. Jesus appeared to him. യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. What did he say? യേശു എന്താണ് പറഞ്ഞത്? He said, Paul, യേശു പറഞ്ഞു, പൗലോസേ, don't worry, Paul. നീ വിഷമിക്കേണ്ട. My grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. In your weakness, my strength shall be perfected. നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുന്നു. My grace shall be sufficient for you. എന്റെ കൃപ നിനക്ക് മതിയായതാകുന്നു. In your weakness, my strength shall be perfected. നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരും. On the 2nd January 1990, 1990 ജനുവരി 2-ാം തീയതി I was reading my Bible in my room. ഞാൻ എന്റെ മുറിയിലിരുന്ന് വേദപുസ്തകം I വായിക്കുകയായിരുന്നു. was praying to God. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. I never knew what happened later on. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. After 1.5 hours, my wife found me just having swooned and fallen on the ground. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നിലത്ത് മോഹാത്സ്യപ്പെട്ട് കിടക്കുന്നത് എന്റെ ഭാര്യ കണ്ടു. My wife rushed me to the hospital. ഭാര്യ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. Oh, the doctors carried me to the emergency room. ഡോക്ടർമാർ എന്നെ എമർജൻസി മുറിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. They told my wife, അവർ എന്റെ ഭാര്യയോട് പറഞ്ഞു, your husband is dead. നിന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. You have brought a dead man. നിങ്ങൾ മരിച്ചൊരു മനുഷ്യനെയാണ് And my കൊണ്ടുവന്നിരിക്കുന്നത്. wife cried. എന്റെ ഭാര്യ നിലവിളിച്ചു. A nurse was there, watched my face. അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് എന്റെ മുഖത്തേക്ക് നോക്കി. She said, this is brother Dinakaran. അവൾ പറഞ്ഞു, ഇത് ബ്രദർ ദിനകരനാണ്. She ran to the phone. അവൾ ഫോണിനടുത്തേക്ക് ഓടി. She called her pastor അവൾ തന്റെ പാസ്റ്ററെ വിളിച്ചു. and said, pastor, അവൾ പറഞ്ഞു, പാസ്റ്റർ, brother Dinakaran is dead. ബ്രദർ ദിനകരൻ മരിച്ചിരിക്കുന്നു. They have brought him as a dead man here. മരിച്ചതിന് ശേഷമാണ് അവർ അദ്ദേഹത്തെ കൊണ്ടുവന്നത്. The pastor said, പാസ്റ്റർ പറഞ്ഞു, I am kneeling down immediately. ഞാൻ ഇപ്പോൾ തന്നെ മുട്ടുകുത്തുകയാണ്. I will see that he does not die. അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. We all need him. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ I am ആവശ്യമുണ്ട്. going to fight with God. ഞാൻ ദൈവത്തോട് പോരാടുവാൻ പോകുന്നു. And they operated upon my heart. ഡോക്ടർമാർ എന്നെ ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. 4 hours passed by. 4 മണിക്കൂർ കടന്നുപോയി. And the doctors came out and told my son, ഡോക്ടർമാർ പുറത്തു വന്ന് എന്റെ മകനോട് പറഞ്ഞു, പോൾ, so far so good. ഇതുവരെ But കുഴപ്പമൊന്നുമില്ല. we don't know what will happen next. എന്നാൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. After some time, അല്പസമയത്തിന് ശേഷം suddenly they ran to the emergency room. പെട്ടെന്ന് അവർ എമർജൻസി മുറിയിലേക്ക് ഓടിപ്പോയി. And came back and told my son, അവർ തിരിച്ചു വന്ന് എന്റെ മകനോട് പറഞ്ഞു, Paul, പോൾ, your father's heart is stopping again. നിന്റെ പിതാവിന്റെ ഹൃദയം വീണ്ടും നിൽക്കുന്നു. We do not know what to do. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. He is dying again. അദ്ദേഹം വീണ്ടും മരണത്തിലേക്ക് And my അടുക്കുകയാണ്. son wept. എന്റെ മകൻ തേങ്ങി And he കരഞ്ഞു. began to cry. അവൻ കരയുവാൻ തുടങ്ങി. Why should this happen to my daddy alone? എന്തുകൊണ്ടാണ് എന്റെ പിതാവിന് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? That time a bishop by name Ezra came in. ആ സമയത്ത് എസ്ര എന്ന ബിഷപ്പ് കടന്നു വന്നു. He said, Paul, I just now heard the news. അദ്ദേഹം പറഞ്ഞു, പോൾ, ഞാൻ ഇപ്പോഴാണ് How അറിഞ്ഞത്. is daddy? ഇപ്പോൾ എങ്ങനെയുണ്ട്? Paul said, daddy is dying. പോൾ പറഞ്ഞു, പിതാവ് മരിക്കുകയാണ്. And the bishop and his pastor sat on the ground. അപ്പോൾ ബിഷപ്പും പാസ്റ്ററും ആ തറയിൽ ഇരുന്നു. They said, അവർ പറഞ്ഞു, he cannot die. അദ്ദേഹത്തിന് They മരിക്കാനാവില്ല. cried out to God, അവർ ദൈവത്തോട് നിലവിളിച്ചു, Lord, we need our brother. ഞങ്ങൾക്ക് സഹോദരനെ Don't ആവശ്യമുണ്ട്. take him away. അദ്ദേഹത്തെ ഞങ്ങളിൽ നിന്ന് എടുക്കരുത്. 3 hours they cried. 3 മണിക്കൂർ അവർ കരഞ്ഞു Early പ്രാർത്ഥിച്ചു. morning 3 a.m. അതിരാവിലെ 3 മണിക്ക് All the doctors were around my body. എല്ലാ ഡോക്ടർമാരും എന്റെ ശരീരത്തിന് And ചുറ്റുമുണ്ടായിരുന്നു. suddenly the chief surgeon said, പെട്ടെന്ന് ചീഫ് സർജൻ പറഞ്ഞു, now there is a supernatural presence in this room. ഇപ്പോൾ പ്രകൃത്യാതീതമായ ഒരു സാന്നിധ്യം ഈ മുറിയിൽ അനുഭവപ്പെടുന്നു. Now this presence is entering this body. ഇപ്പോൾ ഈ സാന്നിധ്യം ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. There is a supernatural power touching this heart. പ്രകൃത്യാതീതമായ ഒരു ശക്തി ഈ ഹൃദയത്തെ തൊടുന്നു. Now this heart is starting all over again. ഇപ്പോൾ ഈ ഹൃദയം പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. He waited for 3.5 hours. അദ്ദേഹം 3.5 മണിക്കൂർ My കാത്തിരുന്നു. heart never stopped. എന്റെ ഹൃദയം പിന്നീട് നിന്നില്ല. It is working even today. അത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Shall we give a good clap to Jesus Christ? നമുക്ക് കരഘോഷം മുഴക്കി യേശുവിനെ സ്തുതിക്കാം. Amen. ആമേൻ.
He has said, യേശു പറഞ്ഞിട്ടുണ്ട്, my grace, my son, എന്റെ മകനെ, എന്റെ കൃപ is sufficient for you. നിനക്ക് മതിയായതാകുന്നു. Cheer up tonight. ആകയാൽ സന്തോഷിപ്പൂ. Cheer up tonight. ആകയാൽ സന്തോഷിപ്പൂ. Whatever may be your condition, നിങ്ങളുടെ അവസ്ഥ എന്തായാലും, your physical condition, നിങ്ങളുടെ ശാരീരികമായ the അവസ്ഥ, grace of God is sufficient. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് മതിയായതാകുന്നു. Let me read out to you Hebrews chapter 9, 16 and 17. ഞാൻ എബ്രായർ 9:16-17 എന്നീ വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കട്ടെ. For where there is a testament, there must also be of necessity the death of the testator. നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യമെന്ന് എബ്രായർ 9:16 വാക്യം പറയുന്നുണ്ട്. For a testament is in force only after men are dead. It has no power at all while the testator lives. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിനുറപ്പില്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുന്നു. A man makes a will. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ഒരു വിൽപത്രം എഴുതി തയ്യാറാക്കി വെക്കുന്നു. It comes into effect only after his death. എന്നാൽ ആ മനുഷ്യന്റെ മരണശേഷമേ ആ വിൽപത്രം പ്രാബല്യത്തിൽ വരുന്നുള്ളൂ. In the same way, ഇതുപോലെ തന്നെ God has made so many promises in the Bible. വേദപുസ്തകത്തിൽ ദൈവം നിരവധി വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. And every promise has come into effect today because God came down in the form of a man called Jesus and died on the cross for us. ദൈവം യേശു എന്ന പേരിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ മരണം വരിച്ചതുകൊണ്ട് ഇന്ന് സകല വാഗ്ദത്തങ്ങളും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു, നടപ്പിലായിരിക്കുന്നു. Every promise of God stands on the death of the Lord Jesus Christ. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിലാണ് The അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. promises were there even before Jesus died on the cross. യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുൻപും വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. But because he died, എന്നാൽ യേശുക്രിസ്തു മരണം വരിച്ചതുകൊണ്ട് the promises become real to us. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമായി തീർന്നു. Nobody can shake it. ആർക്കും അതിനെ കുലുക്കാനാവില്ല. Nobody can break it. ആർക്കും അതിനെ തകർക്കാനാവില്ല. Nobody can alter it, my brother. സഹോദര, ആർക്കും അതിൽ മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. That's why in 2 Corinthians 1:20, അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 1:20 the Bible says, വേദപുസ്തകം പറയുന്നു, every promise of God is a and amen in Jesus Christ. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും യേശുക്രിസ്തുവിൽ ഉവ്വ് എന്നും ആമേൻ എന്നും ആകുന്നു. When you believe in his death, നിങ്ങൾ യേശുവിന്റെ മരണത്തിൽ വിശ്വസിക്കുമ്പോൾ, when you believe in his resurrection, നിങ്ങൾ യേശുവിന്റെ പുനരുദ്ധാനത്തിൽ when you വിശ്വസിക്കുമ്പോൾ, open your heart and tell him, Master, come in, നിങ്ങൾ ഹൃദയം തുറന്ന് യജമാനനെ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് he പറയുമ്പോൾ, becomes real to you. യേശു നിങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യമായി His തീരുന്നു. promises become real to you. യേശുവിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി തീരുന്നു. Look at the Lord Jesus. യേശുക്രിസ്തുവിനെ നോക്കുവിൻ. Look at his death യേശുവിന്റെ മരണത്തെ നോക്കുവിൻ. to save your soul. നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ. In Isaiah 53:12, he poured his soul into death. യെശയ്യാവ് 53:12 കർത്താവായ യേശുക്രിസ്തു തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു. To give you peace among all your worldly troubles and needs. ലോകത്തിലെ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മധ്യത്തിൽ നിങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി. The Bible says, വേദപുസ്തകം പറയുന്നു, he went through every sorrow, every grief. യേശു സകല ദുഃഖത്തിലൂടെയും വ്യസനത്തിലൂടെയും കടന്നുപോയി. Luke 22:44 says, ലൂക്കോസ് 22:44 in the പറയുന്നു, garden of Gethsemane, every grief and every sorrow came upon him. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് സകല ദുഃഖവും വിഷാദവും യേശുവിന്റെ മേൽ വന്നു. His perspiration came out of his body as great drops of blood. യേശുവിന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. He took your grief. യേശു നിങ്ങളുടെ വ്യസനം തന്റെ മേൽ He വഹിച്ചു. knows what is grief. വ്യസനം എന്നാൽ എന്താണെന്ന് യേശുവിന് He അറിയാം. knows what it is to be in pain in body. ശരീരത്തിൽ വേദന സഹിക്കുക എന്നാൽ എന്താണെന്ന് യേശുവിന് അറിയാം. Mark chapter 15, മാർക്കോസ് 15 അധ്യായം 15 to 20 says, 15 മുതൽ 26 വരെ 600 soldiers beat him. 600 ഭടന്മാർ യേശുവിനെ അടിച്ചു. They put a crown of thorns upon his head അവർ ഒരു മുൾക്കിരീടം യേശുവിന്റെ ശിരസിൽ അടിച്ചു കയറ്റി. and they beat him. യേശുവിനെ നിർദ്ദയമായി മർദ്ദിച്ചു. On the cross they drove the nails into his hands and feet. ക്രൂശിൽ യേശുവിന്റെ കൈകാലുകളിൽ അവർ കാരിരും ബാണികൾ അടിച്ചു He കയറ്റി. knows what it is to have pain. വേദന എന്താണെന്ന് യേശുവിന് അറിയാം. He understands your sickness.
നിങ്ങളുടെ രോഗത്തിന്റെ വേദന യേശു മനസ്സിലാക്കുന്നു. On his death stands every promise. സകല വാഗ്ദത്തങ്ങളും യേശുവിന്റെ മരണത്തിന്മേൽ നിൽക്കുന്നു. I'm telling you a story which I've said 1,000 times. ഞാൻ 1000 തവണ പറഞ്ഞ കഥയാണ് പറയുന്നത്. It's a true incident. ഇതൊരു നടന്ന സംഭവമാണ്. It happened in Thailand. തായ്ലൻഡിലാണ് ഇത് നടന്നത്. There lived two brothers. അവിടെ 2 സഹോദരന്മാർ ജീവിച്ചിരുന്നു. They had no father or mother. അവർക്ക് മാതാപിതാക്കൾ ഇല്ലായിരുന്നു. The elder brother was working. മൂത്ത സഹോദരൻ ജോലി The ചെയ്യുകയായിരുന്നു. younger brother was studying. ഇളയ സഹോദരൻ പഠിക്കുകയായിരുന്നു. One day, ഒരു ദിവസം the elder brother had no money to pay the fees of the young boy. ഇളയ സഹോദരന്റെ ഫീസ് അടയ്ക്കുവാൻ മൂത്ത സഹോദരന്റെ പക്കൽ പണമില്ലായിരുന്നു. It broke his heart. അതവന്റെ ഹൃദയത്തെ തകർത്തു He കളഞ്ഞു. didn't know what to do. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. One day, ഒരു ദിവസം right before the eye of his brother, തന്റെ പ്രിയപ്പെട്ടവനായ സ്വന്തം സഹോദരന്റെ കൺമുന്നിൽ വെച്ച് before anybody could help him, ആർക്കെങ്കിലും അവനെ സഹായിക്കുവാൻ സാധിക്കുന്നതിന് he മുൻപ് fell dead as scorched, ആ മൂത്ത സഹോദരൻ മരിച്ചു വീണു. dead and gone. അവൻ മരിച്ചുപോയി. Why did he take this extreme step? എന്തുകൊണ്ടാണ് അങ്ങേയറ്റം അപകടകരമായ ഈ കൃത്യത്തിന് അവൻ മുതിർന്നത്? Some months ago, he took a village insurance. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവൻ ഒരു വില്ലേജ് ഇൻഷുറൻസ് എടുത്തിരുന്നു. It was in his name and his younger brother's name. അത് അവന്റെയും അവന്റെ ഇളയ സഹോദരന്റെയും പേരിലായിരുന്നു. According to the terms of this insurance, ഈ ഇൻഷുറൻസിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് anyone who dies first 2 പേരിൽ ആരാണോ ആദ്യം മരിക്കുന്നത് will leave the other person to enjoy the benefits of this policy. അങ്ങനെയാണെങ്കിൽ ഈ പോളിസിയുടെ പ്രയോജനങ്ങൾ മറ്റേ വ്യക്തിക്ക് ലഭിക്കും. So the brother said, മൂത്ത സഹോദരൻ the elder brother said, അവൻ സ്വയം പറഞ്ഞു, let me die. ഞാൻ മരിക്കട്ടെ, Let me die. ഞാൻ മരിക്കട്ടെ. Let the promise on the insurance policy become true to my younger brother. ഇൻഷുറൻസ് പോളിസിയുടെ വാഗ്ദത്തം എന്റെ ഇളയ സഹോദരന് ലഭിക്കട്ടെ. അത് അവന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരട്ടെ. Lifelong he will have no problem with money. ജീവിതകാലം മുഴുവൻ പണത്തിന് അവന് പ്രയാസം ഉണ്ടാകുകയില്ല. Lifelong he will be all right. ജീവിതകാലം അവൻ സുഖമായി ജീവിക്കും. Let me die. ഞാൻ മരിക്കട്ടെ. Let the promise of the insurance money come true. പണം നൽകാമെന്ന ഇൻഷുറൻസ് പോളിസിയുടെ വാഗ്ദത്തം ഒരു യാഥാർത്ഥ്യമായി തീരട്ടെ. We can trust the promise of God because every promise of God stands on the death of Jesus Christ. നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വാസം അർപ്പിക്കാം. കാരണം ഓരോ വാഗ്ദത്തങ്ങളും യേശുവിന്റെ മരണത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. That's why Jesus said in John 14:14, അതുകൊണ്ടാണ് യോഹന്നാൻ 14:14 യേശു പറയുന്നത്, if you ask anything in my name, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും I will do it. ഞാൻ നിങ്ങൾക്കത് ചെയ്തു That's തരും. what we are going to do now. അതാണ് നമ്മളിപ്പോൾ ചെയ്യുവാൻ പോകുന്നത്. Right now we are going to ask God for the blessings of God to come upon our soul, mind and body. ഇപ്പോൾ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നതിനു വേണ്ടി നമ്മൾ ദൈവത്തോട് യാചിക്കുവാൻ പോകുന്നു. Tonight we'll open our souls. ഇന്ന് നമുക്ക് നമ്മുടെ ആത്മാക്കളെ തുറക്കാം. We'll do the first things first. നമുക്ക് ആദ്യത്തെ കാര്യം ആദ്യം ചെയ്യാം. We'll ask Jesus Christ to come into our യേശു soul. നമ്മുടെ ആത്മാവിലേക്ക് വരുന്നതിന് വേണ്ടി നമുക്ക് യാചിക്കാം.